സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇല്ല, കരയത്തില്ല. പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ലെന്ന് സത്യം ചെയ്തതാ. സത്യം ചെയ്യാൻ ഞാൻ പഠിച്ച് കളക്ടറായി അമ്മയെ പൊന്നുപോലെ നോക്കിക്കോളാം. മല്ലിക നിർത്ത. നീ എന്തായി കാണിക്കുന്നത്? മാറിക്കളഞ്ഞു. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്തിനാ ഇവിടെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത്? ഇവൾ എന്നോട് കാണിച്ച എന്താന്ന് അറിയോ ആങ്ങളേക്ക്? എന്നെ പറ്റിച്ചിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവള് വലിയ പഠിത്തക്കാരിയാകാൻ നോക്കുമായിരുന്നു. വലിയ പഠിപ്പും പത്രാസും ഒക്കെ ഉണ്ടാക്കി വെച്ച ഇവക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞാൻ എവിടെ പോയി കണ്ടുപിടിച്ചോണ്ട് കൊടുക്കും? ഇവളുടെ കല്യാണമാണോ ഇപ്പോ മല്ലികയുടെ പ്രശ്നം? അതെന്താ പ്രശ്നമല്ലേ? പ്രശ്നമല്ല. ഇവൾക്ക് ഒരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിക്കും. അവൻ ചോദിക്കുന്നതിന്റെ 4 ഇരട്ടി കൊടുത്ത് കെട്ടിച്ചും വിടും. നിനക്കറിയില്ലേ, എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തവന്റെ മകളാണ് ഇവളുടെ ഭാവി. എന്റെ കടമ. അത് വേണ്ട ആങ്ങളെ. കൂട്ടുകാരന് വേണ്ടി ജീവൻ കൊടുത്തവനാ എന്റെ ഭർത്താവ്. ആ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് ഞാനൊരു ഔദാര്യം പറ്റിപ്പോയാ അതെന്റെ ഭർത്താവിന്റെ ജീവന്റെ വിലയായി പോകും. ആ മനുഷ്യന്റെ ജീവന് ദയവേത് വില പറയല്ലേ ആങ്ങളെ? നീ ഇനി എങ്ങനെ പഠിക്കൂന്ന് എനിക്കൊന്ന് കാണണം. 1 മാസത്തിനകം ഞാൻ നിന്റെ കല്യാണം നടത്തിയിരിക്കും. ഒരു കാര്യം നീ ഓർത്തോ മോളെ, ഒന്നുകിൽ ഞാൻ നിന്റെ കല്യാണക്കുറി അടിക്കും. അതിന് നീ സമ്മതിച്ചില്ലെങ്കിൽ നിനക്ക് കുറിയടിക്കാം എന്റെ മരണാനന്തര കർമ്മങ്ങൾക്ക്.
എന്താ മോളെ നീ കാണിക്കുന്നത്? എന്തിനാ ഇതൊക്കെ വലിച്ചു കയറി കളയുന്നത്? എന്റെ ബുക്സ് നോട്ട്സ് ഒന്നും ഇനി ഈ വീട്ടില് വേണ്ട അച്ഛമ്മ. ഇതൊക്കെ കണ്ട എന്റെ സങ്കടം കൂടത്തേ ഉള്ളൂ. എന്റെ അമ്മയുടെ മരണം കണ്ടോണ്ട് ഒരു കളക്ടർ ആവണ്ട എനിക്ക്. കളക്ടർ ആവണ്ടെന്നോ? ദേ, അമ്മ തന്നെ അടിയല്ല, അടിച്ചു പൊട്ടിക്കും ഞാൻ. IAS ഒന്നും എന്നെ പോലുള്ള ഒരു പെണ്ണിന് പറഞ്ഞിട്ടുള്ളതല്ല അച്ഛമ്മ. വെറുതെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കണ്ടുകൂട്ടാന്നല്ലാതെ ഒന്നും നടക്കില്ല. ഒന്നും വേണ്ട അച്ഛമ്മ. ഒന്നും വേണ്ടെന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ചാമുണ്ടേശ്വരിയുടെ തീരുമാനം നീ കളക്ടർ ആവണമെന്നാണെങ്കിൽ ആവുക തന്നെ ചെയ്യും. അവസാനം പരീക്ഷ എഴുതാൻ ഹോൾ ടിക്കറ്റ് പോലും ഇല്ല. അപ്പോഴാ ഒരു കളക്ടർ മോഹം. പാവപ്പെട്ടവരുടെ കൂടെ ഒരു ദൈവം നിൽക്കില്ല അച്ഛമ്മ. എങ്കിൽ എന്റെ മോക്ക് തെറ്റി. ദേ, പാവപ്പെട്ടവരുടെ കൂടെ ദൈവം നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ ഹരിത ടീച്ചറിന് ഇപ്പൊ എന്നെ വിളിക്കാൻ തോന്നിയത്. ഒരു കടലാസ് മല്ലിക കത്തിച്ചു കളഞ്ഞ 100 എണ്ണം അതുപോലത്തെ ഒപ്പിച്ചു തരാന്നാ ഹരിത ടീച്ചർ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞത്. ഡ്യൂപ്ലിക്കേറ്റ് ഹോൾ ടിക്കറ്റോ? എന്ത് കുന്തമായാലും അത് കിട്ടും. എന്റെ മോള് പരീക്ഷ എഴുതുകയും ചെയ്യും. അമ്മ സമ്മതിക്കില്ല അച്ഛമ്മ. മല്ലികയുടെ കാര്യം നീ വിട്. എന്റെ മോളുടെ ലക്ഷ്യം നല്ലത് തന്നെയാ. അവിടേക്ക് എത്താൻ നമ്മൾ ചില കുറുക്കു വഴികളൊക്കെ നടത്തും. കുറുക്കു വഴികളൊക്കെയോ? എന്റെ മോള് കളക്ടറായിട്ട് വേണം ആ കാർ കയറി എനിക്ക് ഈ നാട്ടിലൂടെ ഒന്ന് കറങ്ങാൻ. കളിയാക്കിയവരൊക്കെ അസൂയോടെ നോക്കണം. നടക്കും അച്ഛമ്മ. നടക്കും. ആരൊക്കെ തടസ്സം നിന്നാലും എന്റെ മോള് കളക്ടർ ആകുക തന്നെ ചെയ്യും. ആഹാ, കഴിച്ചു തുടങ്ങിയില്ലേ ഇതുവരെ? മല്ലിക പറഞ്ഞ വാക്കുകളൊന്നും മനസ്സിൽ നിന്ന് പോകുന്നില്ല. ദേവരാജന്റെ ജീവന് ഞാൻ വിലയിട്ടു. അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റൂ ശ്രീദേവി? കൃഷ്ണേട്ടനെ വേദനിപ്പിക്കാൻ വേണ്ടി ആവില്ല അവൾ അങ്ങനെ പറഞ്ഞത്. അത്രയ്ക്ക് അനുഭവിക്കുന്നുണ്ട് മല്ലിക. ഒരു സഹായവും സ്വീകരിക്കില്ലെന്ന് സ്വയം തീരുമാനിച്ചിട്ടല്ലേ? നമ്മൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ തന്നെ ആ കുടുംബവും ജീവിച്ചനെ. അപ്പോ വാശിയാണ് മല്ലികയ്ക്ക്. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ചിലപ്പോ ഇതുപോലെ തന്നെ പെരുമാറിയനെ. ദേവേട്ടൻ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സഹായം അവള് സ്വീകരിക്കും. ഇത് വെറും ഒരു മരണമല്ലല്ലോ, നമുക്ക് വേണ്ടിയല്ലേ മരിച്ചത്. എന്ത് സഹായം സ്വീകരിച്ചാലും അതൊരു പകരമാങ്ങലായി പോവും. അത് മല്ലികയെ കുറ്റം പറഞ്ഞതല്ല ഞാൻ. പക്ഷെ എനിക്കില്ലൊരു മനസാക്ഷി. ഞാൻ കാരണം വഴിയാധാരമായി പോയൊരു കുടുംബം. എനിക്ക് വേണ്ടി മരിച്ച എന്റെ കൂട്ടുകാരന്റെ മകളെ മാന്യമായിട്ട് കെട്ടിച്ചു വിടാനെങ്കിലും എനിക്കാവണ്ടേ? അതാണ് അച്ഛന്റെ മോഹമെങ്കിൽ വേണ്ട. പണം കൊണ്ടുള്ള ഒരു സഹായവും മല്ലികാമ്മ സ്വീകരിക്കുന്നു പ്രതീക്ഷിക്കണ്ട. പക്ഷേ അച്ഛന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപകാരമുണ്ട്. അത് നടക്കുവോ? മോള് കാര്യം പറ. സുന്ദരിയുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു IAS നമ്മുടെ നാട്ടിൽ നിന്നൊരു കളക്ടർ. ആ മോഹം സാധിച്ചു കൊടുക്കാൻ അവളെ അച്ഛനെ സഹായിച്ചൂടെ? അത് സുന്ദരി മിടുക്കിയ, നന്നായിട്ട് പഠിക്കും. ഇവളെ പോലൊന്നും അല്ല. അതിന്റെ ഇടയിൽ എനിക്കിട്ടൊരു താങ്ങ്. സമ്മതിച്ചു, എനിക്ക് അല്പം ബുദ്ധി കുറവാ. അച്ഛൻ പറ, പറ്റോ ഇല്ലയോ? പറ്റും. അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷേ അതിനും മല്ലിക സമ്മതിക്കില്ലല്ലോ. മല്ലികാമ്മ അറിഞ്ഞുകൊണ്ട് സഹായിക്കണ്ട. അവള് പഠിച്ചൊരു കളക്ടറായ ആ കുടുംബം രക്ഷപ്പെടും. അച്ഛന്റെ കുറ്റബോധവും മാറും. എന്തു പറയുന്നു? നമുക്ക് നോക്കാം മോളെ. എന്റെ ദേവരാജന്റെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്.
അവൻ ജീവൻ കൊടുത്തത് എനിക്ക് വേണ്ടിയാണെങ്കിൽ അവന്റെ മോൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. ജോണി, പിന്നെ ഇവനെ കൊണ്ട് ഞാൻ പാട്ട് ഓഫ് ചെയ്ത് എന്തിനാടാ? ഉത്സവം ഇവിടെ അല്ല, അങ്ങ് ശിവനടയില്ല. വൈകുന്നേരത്തിനൊക്കെ എല്ലാം സെറ്റ് ചെയ്തില്ലെങ്കിലേ അവര് 5ന്റെ പൈസ തരില്ലെന്നാ പറയുന്നേ. വേഗം പോയി എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കും. ചെല്ല് ചെല്ലേ. ഇങ്ങോട്ടാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. വായിക്കടാ ഇത്. അത് അജു സോൺസ് ആണേ. അപ്പൊ ആരാടാ ഈ അജു? അജു ചേട്ടായി. അപ്പൊ ഇതാരുടെ കടയാടാ? ഇതിന്റെ മുതലാളി ആരാ? അതും ചേട്ടായി. ആ, അതാണ്. അപ്പൊ ഞാനാണ് മുതലാളി. അത് നിനക്കറിയാം. എന്നിട്ടാണ് അറിഞ്ഞു വെച്ചോണ്ട് എന്നോട് നീ പണിയെടുക്കാൻ ആജ്ഞാപിക്കുന്നത് അല്ലേ? അത് പിന്നെ ജോലിയല്ലേ ചേട്ടാ വലുത്. ആണ്. പോടാ, പോയി ഇലുമിനേഷനൊക്കെ കത്തുന്നുണ്ടോ നോക്കടാ. ചേട്ടോ, ദേ ആ വരുന്നതാരാ നോക്കിയേ. വായി നോക്കി നിക്കാതെ പോയി പണിയെടുക്കടാ. ചേട്ടാ, ചേച്ചി വരുന്നു. ചേച്ചിയാ? അങ്ങോട്ട് സുന്ദരി, ഒന്ന് ഇവിടം വരെ വരുമോ? ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു. പ്ലീസ്, ഒരു മിനിറ്റ്. ഇപ്പൊ പോവാം. വാടി ചേച്ചി, എന്താന്ന് ചോദിച്ചിട്ട് വരാം. എന്താ? അതെന്താന്ന് പറഞ്ഞാല് അതൊരു ഗൗരവമുള്ള കാര്യാണേ. എന്താന്ന് വെച്ചാ വേഗം പറ, ഞങ്ങക്ക് പോണം. അതിന് ചൂടാവല്ല മല്ലി, പറയാം. എങ്കി പിന്നൊന്ന് പറയും. ഒരു കാര്യം ചെയ്. അത് പിന്നെ സുന്ദരി ഒന്നകത്തേക്ക് വരുമോ പ്ലീസ്? ഞാനിങ്ങ് വരുന്നില്ല. അയ്യോ, പേടിക്കണ്ട. പ്ലീസ് ഒന്ന് വാ സുന്ദരി. നീ ചെല്ലടി ചേച്ചി, എന്താന്നറിയാലോ. വാ, ധൈര്യമായിട്ട് വാ. വാ. എടാ മങ്കി ജോണി, നീ ഒന്ന് പുറത്തേക്കുന്നേ. മങ്കി ജോണിയല്ല, വെറും ജോണി. പറയും. എന്താ? അത് കുറച്ചു നാളായി പറയണോന്ന് വിചാരിക്കുന്നതാ. അത് എങ്ങനെ പറയണോന്നറിയത്തില്ല. പറഞ്ഞ ഇതെങ്ങനെ എടുക്കുമെന്നും അറിയത്തില്ല. അതാ ഒരു പേടി. പറയാൻ പേടിയായതുകൊണ്ട് ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ട്. ഇതാ. കത്തോ? എന്ത് കത്ത്? എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ഒരു ലവ് ലെറ്റർ ആണ്. നീ എന്നെ കുറിച്ച് എന്താടാ വിചാരിച്ചത്? നീ ഒരു കത്ത് എഴുതി വെച്ച് നീട്ടുമ്പോ അതും വാങ്ങി വെച്ച് പ്രേമമാണെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പുറകെ വരുന്നു വിചാരിച്ചോ? എന്താടാ ചിരിക്കുന്നേ?
അയ്യോ, അതിന് ഈ കത്ത് നിനക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞോ? എടി കൊച്ചെ, ഇത് നിനക്കുള്ളതല്ല, ഞാൻ മാലിക്കുള്ളതാ. എടി കൊച്ചെ, നിന്നെ കണ്ട ആ നിൽക്കുന്ന മങ്കി ജോണിക്ക് പോലും നിന്നോട് പ്രേമം തോന്നത്തില്ല. നിന്നെയൊക്കെ പ്രേമിക്കുന്നതിലും നല്ലത് ഏതെങ്കിലും കിണറ്റിച്ചാടി ആത്മഹത്യ ചെയ്യുന്ന. നീ ആരാന്നാ നിന്റെ വിചാരം? വലിയ ഐശ്വര്യോ? അയ്യോ കഷ്ടം, ഞാനെന്ത് ചിരിച്ചിരിച്ച് ചാവും. ഡാ മങ്കിയേ, ഐശ്വര്യായി കാണണമെങ്കിൽ വാടാ. ഡാ എന്റെ കൊച്ചെ, വല്ലപ്പോഴും ആ കണ്ണാടി എടുത്തൊന്ന് നോക്കണം. അപ്പൊ ഇങ്ങനെയുള്ള തോന്നലൊന്നും ഉണ്ടാവത്തില്ലെന്നേ. സുന്ദരി, ഐശ്വര്യേ, നിക്ക്, ഒന്ന് നിൽക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. വെളുക്കാനുള്ളൊരു മരുന്ന് ഞാൻ പറഞ്ഞു. നിർത്തടോ. ഞാൻ ഇതെന്ന് അച്ഛനോട് പറഞ്ഞു കൊടുത്താ നിന്റെ അവസ്ഥ എന്തായിരിക്കും അറിയോ? സുന്ദരിക്ക് എന്താണ് ഒരു കുഴപ്പം? അല്ല, അത് ഞാൻ വെറുതെ ഒരു തമാശക്ക്. നിന്റെ ഒരു തമാശ. മേലിൽ ഈ പണി ആവർത്തിച്ച അച്ഛന്റെ ഇഷ്ടിക കളത്തിൽ വിറകിനും പകരം നിന്നെ വെച്ച് കത്തിക്കും. ഇവനല്ല മങ്കി, നീയാ മങ്കി. അയ്യോ, വാ സുന്ദരി. മാലിനി, നിന്റെ നാവ് കൊണ്ട് ഞാൻ അജുവേട്ടൊന്ന് വിളിപ്പിക്കും. ആഹാ, കഴിക്കാനായി ചോറെടുത്ത് വെച്ചിട്ട് അതും കഴിക്കാതെ ഇവിടെ വന്നിരിക്കുകയാണോ? എന്തോന്നാ മോളെ ഇത്? എന്റെ സുന്ദരിക്കുട്ടി ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ദേ, അച്ചമ്മ ചോറ് വാരി വായിൽ വെച്ച് തരാം. സുന്ദരി എന്ന പേര് മാത്രമേ ഉള്ളൂ, ആർക്കും എന്നെ ഇഷ്ടമല്ല. എന്നാരാ പറഞ്ഞത്? കറുത്ത പെണ്ണിനെ ആർക്കാ ഇഷ്ടാവുക? മനുഷ്യനായ വെളുത്തു തുടുത്തിരിക്കണം. ഓ, എടി പൊട്ടിക്കാളി, നിറം നോക്കിയിട്ടാണോ മനുഷ്യൻ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്? ദേ, നമുക്ക് സ്നേഹിക്കാനുള്ള മനസ്സുണ്ടായ നമ്മളെ ആളുകൾ സ്നേഹിക്കും. പിന്നെ നന്മ ചെയ്യുന്നവനെ ആൾക്കാർ ഇഷ്ടപ്പെടും, കഴിവുള്ളവനെ ബഹുമാനിക്കും. അല്ലാതെ ഈ നിറത്തിലൊന്നും ഒരു കാര്യമില്ല എന്റെ മോളെ. ഞാൻ കാണാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് ആ മൈക്ക് സെറ്റ് അജു എന്നെ കളിയാക്കി. അവനെ പോലൊരു വിവരം കെട്ടവൻ കളിയാക്കിന്നും പറഞ്ഞ് സങ്കടപ്പെടുന്ന നീ എങ്ങനെയാടി കളക്ടർ ആവുന്നേ? ഡിഗ്രി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടല്ലേ കളക്ടർ ആവുന്ന കാര്യമുള്ളൂ. ഹോൾ ടിക്കറ്റ് കിട്ടുന്ന കാര്യം പോലും ഉറപ്പില്ല. അപ്പോഴാ നീ പറഞ്ഞ ടിക്കറ്റ് കിട്ടി. ടീച്ചർ വിളിച്ചിരുന്നു ഇപ്പോ. നാളെ രാവിലെ കോളേജിൽ ചെന്നാ കുന്ത്രാണ്ട് ഇങ്ങ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. സത്യാണോ അച്ഛമ്മേ? സത്യം. പക്ഷെ കോളേജിൽ എങ്ങനെ പോവും? ആ, അതാ കളക്ടർ ബുദ്ധി വെച്ച് ആലോചിച്ച് കണ്ടുപിടിക്കാൻ നോക്ക്. തൽക്കാലം ആ വായ ഒന്ന് തുറന്നേ. ആ, ഈ പ്രായത്തിൽ ചോറ് വാരി തരണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാ സുന്ദരി. വേണ്ട വേണ്ടാന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാ. ഞാൻ ഉരുട്ടിത്തരാൻ മോളേന്ന് പറഞ്ഞത് അച്ഛമ്മയാ. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടേ ഇല്ല. മതി അഭിനയിച്ചത്. രണ്ടുപേരും കൂടെ ഉണ്ട് ഉരുട്ടി മാത്രം കഴിഞ്ഞാ പോരാ. ഇതിലുള്ള വകയുണ്ടാക്കാനല്ലേ വഴിയും കൂടി ഒന്ന് ആലോചിക്കണം. ഞാനും കൂടെ കടയിൽ വന്ന് നിക്കാന്ന് പറഞ്ഞതല്ലേ, നീയല്ലേ സമ്മതിക്കാഞ്ഞത്? അയ്യോ വേണ്ടായേ. നാളെ എങ്ങനെ പെരിയങ്ങാട് പോയി കടയിലേക്ക് വേണ്ട സാധനങ്ങളൊന്നും മേടിച്ചോണ്ട് വരാൻ പറ്റുമോ? ഞാൻ അച്ഛമ്മയും കൂട്ടി നാളെ തന്നെ പോയി മേടിച്ചിട്ട് വരാമേ. എന്താ വലിയൊരു ഉത്സാഹം? ദുരുദ്ദേശം വല്ലതും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല.
ശരി. മല്ലിക ചോദിച്ച അതേ ചോദ്യം ഞാനും ഒന്ന് ചോദിക്കട്ടെ. പെരിയങ്ങാട് പോകാൻ എന്താ ഇത്ര ഉത്സാഹം? അതാണ് കളക്ടർ ബുദ്ധി. കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാനെന്നും പറഞ്ഞ് രാവിലെ നമ്മൾ പോകുന്നു. എന്നിട്ട് എങ്ങോട്ടാ? കോളേജിലേക്ക്. സാധനങ്ങൾ വാങ്ങുന്നതോടൊപ്പം ഹോൾ ടിക്കറ്റും വാങ്ങി നമ്മളിങ്ങ് വരുന്നു. എന്റെ ബുദ്ധി എപ്പടി? എന്റെ ചെല്ല കളക്ടർ, ബുദ്ധി സൂപ്പർ. വാ തുറന്നേ. ഇത്തവണയും വലിയ ആഘോഷമൊന്നും വേണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഇതാ ചായ. ചാമുണ്ടേശ്വരിക്ക് ഒരു ദിവസത്തെ പൂജ നടത്തണം. അന്നദാനം വേണോ കൃഷ്ണേട്ട? വേണമെങ്കിൽ നടത്താം, വേണ്ടെങ്കിൽ വേണ്ട. ഒരു കേക്ക് വാങ്ങിക്കണം. മല്ലികയും സുന്ദരിയും ഒക്കെ വിളിക്കാം. അതുപോരെ? അത് പോരാ. ലോകം കണ്ട ഏറ്റവും വലിയ പിശുക്കിയ ഈ അമ്മ. അച്ഛനാണെങ്കിലോ അമ്മ എന്ത് പറയുന്ന അതിനൊക്കെ യെസ് മൂളിക്കോളും. ഇത്തവണ എന്റെ പിറന്നാൾ എങ്ങനെ ആഘോഷിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. ആഹാ, മോളുടെ പിറന്നാളിന്റെ കാര്യമായിരുന്നതാ പറഞ്ഞേ. അത് നമ്മൾ അടിച്ചു പൊളിച്ചു തന്നെ ആഘോഷിക്കണം. ഉരുണ്ട് കളിക്കല്ലേ അച്ഛാ. ആ ഫോണിങ്ങെടുത്തേ, ഞാൻ ആൾക്കാരൊക്കെ ക്ഷണിക്കട്ടെ. നീ ആരെയാ വിളിക്കാൻ പോണത്? എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടണം. വേണം. ആദ്യം ഞാൻ എന്റെ അപ്പൂപ്പനെ അമ്മൂമ്മയും വിളിക്കട്ടെ. മിസ്റ്റർ മാധവൻ എവിടെ? മാധവൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഇന്നലെ ഉച്ചയോടെ പാലക്കാട് എത്തേണ്ട ലോഡിനി എത്തിയില്ല എന്ന് പറഞ്ഞാൽ ലോഡിങ്ങിന് ആള് കുറവായിരുന്നു മുതലാളി. കാരണങ്ങൾ കണ്ടുപിടിക്കരുത്. ഇന്ന് എത്ര പേരുണ്ടായിരുന്നു ലോഡിങ്ങിന്? 12 പേരുണ്ടായിരുന്നു. ആ ചന്ദ്രൻ വന്നിട്ടില്ലായിരുന്നു. അവന്റെ കുഞ്ഞിന് സുഖമില്ലാന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. കൃഷ്ണ പറ. കൃഷ്ണനല്ല, മാലിനിയാ. പറമോളെ, എന്തുണ്ട് വിശേഷം? ലക്ഷ്മി, ഈ വരുന്ന 16-ാം തീയതി ഒരു വിശേഷമുള്ളതറിയോ? വല്ല ഓർമ്മയുണ്ടോ? ധനുമാസത്തിലെ തിരുവാതിര. എന്റെ ചക്കരക്കുട്ടിയുടെ പിറന്നാളല്ലേ അന്ന്? അപ്പൊ ഓർമ്മയുണ്ടല്ലേ? എപ്പോഴാ വരുന്നേ? ഞാനും ലക്ഷ്മി അങ്ങെത്തും പോരെ? അപ്പൊ എന്റെ അങ്കിളോ? നിന്റെ അങ്കിളിന്റെ കാര്യം എന്റെ കയ്യിലല്ല, നിന്റെ അമ്മൂമ്മയുടെ തന്നെ പറ. മാലിമോള. അതെ, പിറന്നാളിന് ക്ഷണിക്കാൻ വിളിച്ചതാ. അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രം വന്നാ പോരാ. എന്റെ കാർത്തിക് അങ്കിളിനെയും വലിച്ചഴച്ചാണെങ്കിലും ഇവിടെ കൊണ്ടുവരണം. അത് നിനക്ക് തന്നെ അവനെ വിളിച്ച് പറഞ്ഞാ പോരെ? ഞാൻ വിളിച്ച ഫോൺ എടുക്കില്ല. ഇങ്ങ് തന്നെ. അമ്മേ, അതെ, കാർത്തി എങ്ങനെയും വിളിച്ചോണ്ട് വന്നേ പറ്റൂ. അവനെ ഒന്ന് കണ്ടിട്ട് എത്ര ദിവസമായി എന്നറിയോ? ഒറ്റ വിളിക്ക് കാർത്തി അവിടെ എത്തും. അതിനു പറ്റിയ ഒരാളുണ്ടല്ലോ അവിടെ, കൃഷ്ണൻ. ഒന്ന് വിളിക്കാൻ പറ. ശരിയാ, കൃഷ്ണേട്ടൻ വിളിച്ച അവൻ വരും. ഇങ്ങത്താ. എന്തായാലും ഇത്തവണത്തെ പിറന്നാള് നമ്മൾ അടിച്ചു പൊളിക്കും. നേരത്തെ എത്തണേ. ഓക്കെ അമ്മൂമ്മേ. എന്താടി ഇത്തവണത്തെ പിറന്നാളിനൊരു പ്രത്യേകത? ചിലപ്പോ അടുത്ത പിറന്നാൾ ആഘോഷിക്കാൻ ഞാനിവിടെ ഇല്ലെങ്കിലോ? നീ അതിനെവിടെ പോന്നു? പ്രായപൂർത്തിയായ മോളെ കെട്ടിച്ചു വിടണോന്ന് എന്റെ അച്ഛന് തോന്നിയാലോ? എന്ത് ചെയ്യും? അയ്യടി, ഞങ്ങളെയൊക്കെ വിട്ടങ്ങ് പൊക്കോളം വയ്യാതായി അല്ലേ? അയ്യടാ, അങ്ങനെ ഞാൻ പോകുന്ന എന്റെ അച്ഛൻ ചിന്തിക്കേ വേണ്ട. എന്നെ കേട്ടാൻ ഈ വീട്ടിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ചുള്ളൻ ചെക്കനെ കണ്ടുപിടിച്ച് തന്നാ മതി എന്റെ പുന്നാരച്ഛൻ.